നമസ്കാരം, ഏവർക്കും ലിലു പ്രംസ് കോർണറിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൂട്ടക്ഷരമായ ഇപ്പ കൊണ്ടുള്ള ഒരു ഗാനമാണ്. ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പ കൊണ്ട് കുറേ വേഴ്സ് ഹ്രസ്വമാക്കുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പ എന്ന അക്ഷരം കൂട്ടക്ഷരങ്ങൾ ഒരിക്കലും ഒരു വാക്കിൻ്റെ ആദ്യം വരാറില്ല. നടുക്കോ ഇടയ്ക്കായിരിക്കും, ഇടയ്ക്കല്ലെങ്കിൽ അറ്റത്ത് വരും. എക്സാമ്പിൾ പപ്പ, നമ്മൾ അച്ഛന്മാരെയാണ് നമ്മൾ പപ്പ എന്ന് വിളിക്കുന്നത്. അപ്പ എന്ന് വിളിക്കാറുണ്ട്, പപ്പ എന്ന് വിളിക്കാറുണ്ട്, അച്ഛ എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? എന്നിട്ടോ പപ്പായ എന്ന വാക്കിൽ അത് ഇടയ്ക്കാണ് വരുന്നത്. പപ്പ എന്നുള്ള വാക്കിൽ അത് അവസാനമാണ് വരുന്നത്. ഒരിക്കലും കൂട്ടക്ഷരങ്ങൾ ഒരു വാക്കിൻ്റെ ആദ്യം വരാറില്ല. അപ്പോൾ തുടങ്ങിയാലോ? ഉടുപ്പും ചെരിപ്പുമിട്ട് ചിപ്പു കൊണ്ട് തല ചീകി ഉപ്പാളത്തിൽ പോയി ഉപ്പും വാങ്ങാം ചിപ്പിയും വാങ്ങാം. ഉടുപ്പും ചെരിപ്പുമിട്ട് ചിപ്പു കൊണ്ട് തല ചീകി ഉപ്പളത്തിൽ പോയി ഉപ്പും വാങ്ങാം ചിപ്പിയും വാങ്ങാം. ഉപ്പേരിയും പപ്പടവും പരിപ്പ് കറിയും കൂട്ടി സദ്യ കഴിക്കാം. ഉപ്പേരിയും പപ്പടവും പരിപ്പ് കറിയും കൂട്ടി സദ്യ കഴിക്കാം. സ്വതൂറും പപ്പായയും കരിപ്പട്ടിയും കഴിച്ചിടാമല്ലോ. സ്വതൂറും പപ്പായയും കരിപ്പട്ടിയും കഴിച്ചിടാമല്ലോ. കപ്പിത്താൻ്റെ കപ്പലിൽ സിംഗപ്പൂരിൽ യാത്ര പോകാം. കപ്പിത്താൻ്റെ കപ്പലിൽ സിംഗപ്പൂരിൽ യാത്ര പോകാം. കുറിക്കാനായി കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും കരുതിടാം. കുറിക്കാനായി കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും കരുതിടാം. പപ്പയുമായി കപ്പ വാങ്ങാൻ പപ്പനംകോടിൽ പോയിടാം. പപ്പയുമായി കപ്പ വാങ്ങാൻ പപ്പനംകോടിൽ പോയിടാം. കപ്പയുമൊത്ത് ചൂടു കാപ്പി കപ്പിലാക്കി കുടിച്ചിടാമല്ലോ. കപ്പയുമൊത്ത് ചൂടു കാപ്പി കപ്പിലാക്കി കുടിച്ചിടാമല്ലോ. കുളിക്കാനായി കപ്പിലൂടെ കയറിട്ട് കിണറിൽ നിന്നും വെള്ളം കോരിടാമല്ലോ. കുളിക്കാനായി കപ്പിലൂടെ കയറിട്ട് കിണറിൽ നിന്നും വെള്ളം കോരിടാമല്ലോ. അപ്പം നീടിയപ്പം ചപ്പാത്തി ഉപ്പുമാവ് ചിക്കൻ കറിയുമായി കഴിച്ചിടാം. അപ്പം നീടിയപ്പം ചപ്പാത്തി ഉപ്പുമാവ് ചിക്കൻ കറിയുമായി കഴിച്ചിടാം. കുടിക്കാനായി വെള്ളവും കുപ്പിയിൽ കരുതിടാം. കുടിക്കാനായി വെള്ളവും കുപ്പിയിൽ കരുതിടാം. ഇരുട്ടിൽ തപ്പി തപ്പി തളർന്നു പോയിടാതെ ധൈര്യമായി മുന്നേറുക സോദരരെ. ഇരുട്ടിൽ തപ്പി തപ്പി തളർന്നു പോയിടാതെ ധൈര്യമായി മുന്നേറുക സോദരരെ. ഉടുപ്പും ചെരിപ്പുമിട്ട് ചിപ്പു കൊണ്ട് തല ചീകി ഉപ്പാളത്തിൽ പോയി ഉപ്പും വാങ്ങാം ചിപ്പിയും വാങ്ങാം. ഉടുപ്പും ചെരിപ്പുമിട്ട് ചിപ്പു കൊണ്ട് തല ചീകി ഉപ്പാളത്തിൽ പോയി ഉപ്പും വാങ്ങാം ചിപ്പിയും വാങ്ങാം. ഓക്കെ, ഇതിൽ നമ്മൾ ഉടുപ്പെന്ന് പറയുന്നത് നമ്മളിടുന്ന ഡ്രസ്സാണ് ഉടുപ്പ്, അല്ലേ? ചെരുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചെരുപ്പ് അല്ലെങ്കിൽ ചപ്പൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ തലമുടി ചീകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചീപ്പ്. അപ്പോൾ ഇത് തലമുടി ചീകി നമുക്ക് എവിടെ പോകാം? ഉപ്പളത്തിൽ പോകാം. ഉപ്പളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ സമുദ്രതീരത്തിൽ അല്ലെങ്കിൽ കടൽ തീരത്ത് കടൽ വെള്ളം പ്രത്യേകം തയ്യാറാക്കിയ നിലത്ത് കടൽ വെള്ളം കയറ്റി, അതായത് അത് വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന നിലമാണ് ഉപ്പളം. അപ്പോൾ കടൽ തീരത്താണല്ലോ പോകുന്നത്, ഉപ്പളത്താണല്ലോ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ പോയി ഉപ്പും വാങ്ങാം, എന്തോന്ന് വാങ്ങാം? ചിപ്പിയും വാങ്ങാം. ഓക്കെ, ചിപ്പി എന്ന് പറയുന്നത് അറിയാമല്ലോ, നല്ല വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു കടൽ ഫുഡാണ് ഏത്? നമുക്ക് ചിപ്പി. ഓക്കെ, അപ്പോൾ അതിട്ട് ഉപ്പേരി നമ്മൾ സദ്യയിൽ കൂടെ കഴിക്കുന്നതാണ്, സദ്യയുടെ കൂടെ കഴിക്കുന്നതാണ് ഉപ്പേരി പരിപ്പ് പായസം. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം? കഴിക്കാം, സദ്യയിൽ കഴിക്കാം. എന്നിട്ടോ നമ്മൾ
കപ്പൽ ഓടിക്കുന്ന ആളെയാണ് എന്ത് പറയുന്നത്? കപ്പിത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ കപ്പിത്താൻ ഓടിക്കുന്ന, അതായത് കപ്പിത്താൻ്റെ കപ്പലിൽ നമുക്ക് എവിടെ പോകാം? സിംഗപ്പൂരിൽ യാത്ര പോകാം. എന്നിട്ടോ കുറിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ നമുക്ക് എന്തൊക്കെ കരുതാം? കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ കശുവണ്ടിയാണ് കേട്ടോ, നട്ട്സ്. അതും നമുക്ക് കയ്യിൽ കരുതിയിടാം. അത് മാത്രമല്ല, എന്താണ്, പപ്പയുമായിട്ട്, പപ്പ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ അല്ലേ, പപ്പയുമായിട്ട് കപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചീനി. അപ്പോൾ മരിച്ചീനി വാങ്ങാൻ നമുക്ക് എവിടെ പോകാം? പാപ്പനം കൂട് എന്ന സ്ഥലത്ത് പോകാം. ഓക്കെ. എന്നിട്ടോ നമ്മൾ കപ്പയും ഒത്ത് നമുക്ക് ചൂട് കാപ്പി, നമ്മൾ കാപ്പി കുടിക്കുന്ന എന്തിലാണ്? കപ്പിലാണല്ലേ. അപ്പോൾ ചൂട് കാപ്പി കപ്പിലാക്കി നമുക്ക് കുടിച്ചിടാം. അത് മാത്രമല്ല, നമുക്ക് കുളിക്കാനായിട്ട് നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം ഉപയോഗിക്കാം, കപ്പി. അപ്പോൾ കപ്പി ഉണ്ടെങ്കിൽ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ കുളിക്കാനായിട്ട് നമുക്ക് വെള്ളം കോരാനായിട്ട് കിണറിൽ എന്തിട്ട് ഉപയോഗിച്ച് കോരാം? കപ്പിയിലൂടെ കയറിട്ട് വെള്ളം കോരാം. എന്നിട്ടോ ഇരുട്ടിൽ തപ്പി തളർന്നു പോകാതെ, ഇരുട്ടത്ത് തപ്പുക എന്ന് പറയുന്നത് അതിൽ ഒരു പായുണ്ടല്ലോ. അപ്പോൾ ഇരുട്ടത്ത് നമ്മൾ തടഞ്ഞ് തളർന്നു പോകാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യമായിട്ട് മുന്നേറണം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് അത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റമാണ് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ഉപ്പുമാവ്. ഇതൊക്കെ കഴിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് ചിക്കൻ കറിയും കൂട്ടി നമുക്ക് കഴിക്കാം. ഈ പാട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമാകുമെന്നും കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.